എപ്പോഴും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കുഴപ്പം എന്തറിയാമോ? അതായത് നമ്മുടെ ആധ്യാത്മിക വളർച്ചയെ തകർത്ത് കളയുന്ന ഒരു വലിയ കാര്യമുണ്ട്. അതായത് ഇപ്പം നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന നിയമം ഞാൻ ചോദിക്കുമ്പോൾ ഈശോ എന്നാ പറയണത്? നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? 10:26 ലുക്കാൻ്റെ സുവിശേഷം 10:26. അവൻ ചോദിച്ചു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? ദാറ്റ് മീൻസ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു അതല്ല പ്രശ്നം. അവിടെ എന്തെഴുതിയാലും വാട്ട് യു റീഡ്, നീ അത് എന്ത് വായിക്കുന്നു അത് നിൻ്റെ പേഴ്സണൽ വിഷയമാണ്. നിയമത്തിൽ എന്ത് എഴുതിയാലും നീ അതെങ്ങനെയാണ് ആ വചനങ്ങളെ കൈകാര്യം ചെയ്യണത്? ഇതൊരു വല്ലാത്ത ഒരു തലവേദന പിടിച്ച പരിപാടിയാണ്. കാര്യം നമ്മൾ ദൈവവചനത്തിലൊക്കെ എന്തെല്ലാം ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ നമുക്കൊരു ഇഷ്യൂ ഉണ്ടായിക്കഴിയുമ്പോൾ നമ്മളത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യണത്? ഇപ്പോൾ നമുക്കൊരു മൂത്ത കുട്ടിയുണ്ട്, ഇളയ കുട്ടിയുണ്ട് നമുക്ക്, അല്ലേ? അപ്പോൾ ഇളയ കുട്ടിക്ക് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്രസവിച്ചില്ല, പിന്നെ 9 വർഷം കഴിയുമ്പോഴാണ് പ്രഗ്നൻ്റ് ആകണത്. ചിലപ്പോൾ അറിയാതെ ആവും, അവരുദ്ദേശിച്ച് കാണത്തില്ല, പക്ഷെ അവർ പ്രഗ്നൻ്റ് ആവും. ഈ പ്രഗ്നൻ്റ് ആകുന്നതോടു കൂടി ഈ അപ്പൻ്റെയും അമ്മയുടെയും ലക്ഷണം മാറും. എന്താ, മൂത്ത കുട്ടി എന്നാ വിചാരിക്കും? അപ്പോൾ ഇവർ വന്നത് നമുക്ക്, അപ്പോൾ അവർക്ക് തമ്മിൽ അറിയാൻ പാടുള്ളൂ, ഇത് നമുക്ക് കളഞ്ഞേക്കാമെന്ന് പറയും. അപ്പോൾ എന്താ പറയുക? അപ്പോൾ ചിലർ എന്താ വിചാരിക്കണത്? മൂത്ത കുട്ടിയാണ്, ആര് വിചാരിച്ചു എന്നാ കാര്യം, ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ, നമ്മൾ വളർത്തും, അടിപൊളിയായിട്ട് വളർത്തും, ആ മൂത്തോളെ കൊണ്ട് ഇതിനെ വളർത്തിക്കും നമ്മൾ. അപ്പോൾ ഇത് ഓരോ വിഷയം ആൾക്കാർ കൈകാര്യം ചെയ്യുന്ന രീതി കണ്ടില്ലേ? അപ്പോൾ നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? ചില ആൾക്കാർ പറയും, നീ അതെങ്ങനെ വായിക്കുന്നു? കർത്താവിൻ്റെ വചനത്തിൽ എന്ത് എഴുതിയാലും ഓരോ അവന്മാർ വായിക്കണത് അവനവൻ്റെയൊക്കെ സ്വന്തം രീതി അനുസരിച്ചാണ്. അതാ വിഷയം. നിയമത്തിൽ എഴുതിയിരിക്കണമല്ല പ്രശ്നം. ദൈവത്തിൻ്റെ വചനത്തിൽ എന്ത് എഴുതിയാലും ഓരോരുത്തരും അവരുടെ സൗകര്യം അനുസരിച്ചുകൊണ്ട് ഈ സാധനം വായിക്കും. അതോടുകൂടി പണിയും കിട്ടും. പണി കിട്ടണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ, ഒരു 1.5 പണിയാണ് കിട്ടാൻ പോണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഏണിയും പാമ്പും കളി പോലെയാണ്. ഏണിയും പാമ്പും കളി പോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഞാൻ എപ്പോഴും പറയാം, ആധ്യാത്മിക ജീവിതമൊന്നുമല്ല, സ്നേക്ക് ആൻഡ് ലാഡറായിട്ടുള്ള കളിയാണ്. പക്ഷെ നമ്മളിപ്പോൾ 46 ഒരു ഏണി ഇരിപ്പുണ്ട് ഇല്ലേ? 46 ഏണി എങ്ങോട്ട് കിടക്കണത്? 97 ഇരിക്കണം. ഏണിമ്പാമ്പ് കളിയിൽ 46 ഏണി ഇരിക്കണത്, അത് 97 ഇരിക്കുന്നത്. 46 നമ്മൾ ചെന്നാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി മുന്നോട്ട് പോകും. ആധ്യാത്മിക വളർച്ച അങ്ങനെയാണ് സംഭവിക്കുന്നത്. പെട്ടെന്നൊരു വളർച്ച വരും നിൻ്റെ ഒരു നിലപാട് കാരണം, നിൻ്റെ ഒരു നല്ല നിലപാട് കാരണം. എന്നുവെച്ചാൽ നിനക്ക് നേരിട്ട് അവകാശവും ഓഹരിയില്ലാത്ത ഉത്തരവാദിത്വം ഇല്ലാത്തൊരു വ്യക്തിക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ നീ അവർക്ക് ആശുപത്രി കൊണ്ടുപോയോ അല്ലെങ്കിൽ അവർക്ക് സന്ധിപ്പ് കൊടുക്കുകയോ ചെയ്താൽ പെട്ടെന്ന് നിൻ്റെ ഏണി 46 97 കയറും. അപ്പം 97 അപ്പം നമുക്ക് അതനുസരിച്ച് നീ അത് ലിഫ്റ്റിങ് നീ കിട്ടും. ലിഫ്റ്റിങ് കിട്ടിക്കഴിഞ്ഞാൽ വരുന്നൊരു വിഷയം, പിന്നെ നമ്മൾ ലിഫ്റ്റിങ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കണം. കാരണം എന്താണ്? ഇനി ഒന്ന് വീഴാൻ പാടില്ല. ഈ പുള്ളിയില്ലേ, പുള്ളി 97 ഇരിക്കുകയാണ്. അപ്പോൾ ഇനി 3 വീണാൽ 100 വരും. പക്ഷെ 1 വീണാൽ എന്താ പറ്റുക? 98 ഇരിക്കുക. അവിടെ പാമ്പ് ഇരിപ്പുണ്ട്. പാമ്പിനൊക്കെ പറഞ്ഞ് വിഴുങ്ങിയിട്ട് നമ്മളെ കൊണ്ടുവന്ന് 2 വെക്കും. ദാറ്റ് മീൻസ് ഒരു തീരുമാനം എടുക്കുന്നതിൽ പെശകിയ. ഇപ്പം ഇതിൻ്റെ അയൽവാസിയുടെ ശത്രുത തന്നെ അവനൊന്ന് കുരുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോഴതിന് നീ ക്രിസ്ത്യാനി ആകണമെന്ന് നിർബന്ധമില്ലല്ലേ കെട്ടിയെടുത്ത്. നിൻ്റെ ശത്രുവിനെ കുരുക്കാൻ തീരുമാനിച്ചാൽ അതിന് നീ ക്രിസ്ത്യാനി ആകണമെന്ന് ഒരു നിർബന്ധമില്ല. അജ്ഞാനികൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കർത്താവിനെ അറിയാൻ പാടില്ല. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ എന്താണ്? യേശുവിനെ ദൈവരഹസ്യങ്ങൾ അറിയാവുന്നവനെന്ന് എൻ്റെ അർത്ഥം. ദിവ്യരഹസ്യങ്ങൾ അറിയാവുന്നതിനെ സംബന്ധിച്ചിടത്തോളം നിയമത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ശത്രുവിനെ നേടണമെന്നാണ് എന്ന് എഴുതിയിരിക്കുന്നത്. നിയമത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? അല്ല ശത്രുവിന് പണി കൊടുക്കണമെന്നല്ല എഴുതിയിരിക്കുന്നത്, ശത്രുവിനെ നേടണമെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോഴാ ഒന്ന് വീടിനോട് കൂടി നീ നേരെ കറങ്ങിത്തിരിഞ്ഞ് പാമ്പ് നിന്നെ 98 വിഴുങ്ങുന്നു. എടുത്ത തീരുമാനത്തിൻ്റെ ഇതിൻ്റെ വരുന്ന പെശക 98 നേരെ വന്ന് 2 സ്വാഹ, തീർന്ന പരിപാടി. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? ഇനിയിപ്പോൾ നീ പിടികൊടുത്ത് ദൈവത്തിന്, ഇനിയിപ്പോൾ നീ എളിമപ്പെടണം. കർത്താവ് സാഹചര്യം സമ്മർദ്ദം കൊണ്ടും മനുഷ്യൻ്റെ ഒരു ബലഹീനത കൊണ്ടും മറ്റുള്ളവരുടെ ഉപദേശം കൊണ്ടും, കാര്യം വചനം പറയുന്ന ഏറ്റവും വലിയ സംഭവമാണ് വിജാതിയുടെ ഉപദേശം നീ സ്വീകരിക്കരുതെന്നാണ്. പൗരസഭ ചോദിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ജ്ഞാനിയായിട്ടുള്ള ആരും ഇല്ലേ?
നിങ്ങൾ എന്തിന് വിജാതീയരുടെ എന്ന് വിജാതീയരെന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? ക്രിസ്തുവിനെ അറിയാത്തവരുടെ ഉപദേശങ്ങൾ നീ സ്വീകരിക്കുമ്പോൾ നീ എന്താ ഉദ്ദേശിക്കണത്? ക്രിസ്തുവിനെ നീ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ വിഷയം കൈകാര്യം ചെയ്യാൻ പോണത്. ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് പിന്നെ നീ കെട്ടിയെടുത്ത് എന്താ ക്രിസ്ത്യാനിയായത്? അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ ജീവിക്കണേ എന്തിനാണ്? ഇതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നീ എപ്പോഴും ഇതിനെ ബൈൻഡ് ചെയ്ത് പോകണം. എന്താണ്? പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. പിന്നെ എന്ത് ചെയ്യണം? തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. ഇത് നമ്മൾ ചെല്ലാറില്ലെന്ന് ചോദിച്ചാൽ ചെല്ലാറുണ്ട്, പക്ഷേ നമ്മളവിടെ ഉണ്ടാവത്തില്ല. അതാണ് പ്രശ്നം. ദ പ്രസൻസ് ഓഫ് ദി റിസൈറ്റർ പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മളിത് ചെല്ലാറുണ്ട്, ചെല്ലാത്ത ആൾക്കാരുണ്ട്. സ്വർഗസ്വനായ പിതാവ് എപ്പോഴും ചെല്ലണമല്ലേ? ചെല്ലും, പക്ഷേ വിൽ നോട്ട് ബി ദെയർ. നമ്മളവിടെ ഉണ്ടാവത്തില്ല. എന്താ കാര്യം? സ്വർഗസ്വനായ പിതാവ് ചെല്ലുമ്പോൾ എന്താണ് ചെല്ലണമെന്ന് നമുക്കറിയത്തില്ല, എന്തിനാണ് ചെല്ലണമെന്ന് അറിയാൻ പാടില്ല. പണ്ടുപോലെ പഠിച്ചു വെച്ച സാധനങ്ങൾ ഇന്നെ അറിയാതെ 1 × 1 2 2 × 2 4 എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പട്ടിക ക്രിസ്ത്യാനിയാണിത്. പട്ടിക ജാതി എന്ന് പറയത്തില്ല, അങ്ങനെ പറഞ്ഞാൽ ജയിലിൽ വരെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ പട്ടിക ക്രിസ്ത്യാനിയുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടിക പോലെ പ്രാർത്ഥിച്ചിട്ട് അയാൾ അവിടെ ഇല്ല. അതാണ് പ്രശ്നം. അയാൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഹീസ് നോട്ട് പ്രസൻറ്റ് ദെയർ, ഹീസ് നോട്ട് നോയിങ് അബൌട്ട് ഇറ്റ്. എന്നുവെച്ചാൽ എന്താ പ്രാർത്ഥിക്കണത്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. കാര്യം നീ ഞങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന രീതിയിലുള്ള അവസ്ഥകളിൽ ഒരു രീതിയിലുള്ള അവസ്ഥകളിൽ ഞങ്ങളെ കൊണ്ട് എത്തിക്കരുത്. എന്തുകൊണ്ടാണ് അങ്ങനെ എത്തിപ്പോണത്? ദൈവത്തെ അറിയാൻ പാടില്ലാത്തവർ നിങ്ങളുടെ കൂടെ നടക്കുന്നത് കൊണ്ടാണ്. നമ്മളെപ്പോഴും നമ്മുടെ കൂട്ട് കോളേജിലായാലും ശരി, നിങ്ങളുടെ ആശുപത്രിയിലായാലും ശരി, സ്കൂളിലായാലും ശരി, നിങ്ങളുടെ കൂട്ടുകാരാണെന്ന് നോക്കണം. ചിലപ്പോൾ 2-3 ആഘോഷം കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലാതെ ഈ കഴുകൻ ഉള്ള ശവം മുഴുവൻ തിന്നിട്ട് പൗഡർ ഇട്ട് കുളിച്ച് നടക്കുന്ന കഴുകന്മാരില്ലേ, അതുപോലെയുള്ള വ്യക്തിയായിരിക്കും നിൻ്റെ കൂട്ട്. അതോടുകൂടി അവൾ പറയണതെല്ലാം നിനക്ക് വേദപ്രമാണമായിട്ട് ക്രമേണ നീ കർത്താവിൽ നകന്നു പോകും. എന്താ കാര്യം? നിൻ്റെ കൂടെയുള്ളത് ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് ജീവിക്കുന്ന പൈശാചിക സാന്നിധ്യമുള്ള സാക്ഷ്യത്തിൻ്റെ ആളാണ്. അതുകൊണ്ട് നീ ആരുടെ കൂടെ സഞ്ചരിക്കുന്നത്, ആരാണ് നിൻ്റെ കൂട്ടെന്ന് നീ മനസ്സിലാക്കണം. ഒരു കാര്യമുള്ളത് നീ മനസ്സിലാക്കേണ്ടത്, ഏത് കൂട്ട് എങ്ങനെ ഉണ്ടാക്കിയാലും. ഞാൻ ഇടക്കിടക്ക് സിമിത്തേരി പോണ ആളാണ്. ഇടവക ഇരിക്കുമ്പോഴൊക്കെ രാത്രി 1 മണിക്കൊക്കെ സിമിത്തേരി പോകും, നിലാവുള്ള ദിവസം. കാര്യം സിമിത്തേരി പോലെ ഒരു സർവകലാശാല വേറെ നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിലില്ല. ഒരു ധ്യാനകേന്ദ്രമാണ് സിമിത്തേരി എന്ന് പറയുന്നത്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ എല്ലാം മനസ്സിലാകും. നമ്മുടെ ടെൻഷൻ എല്ലാം മാറും. നമ്മുടെ എന്തെങ്കിലും മത്സരങ്ങളുണ്ടെങ്കിൽ അത് മാറും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഓവർ വ്യഗ്രത ഉണ്ടെങ്കിൽ മാറും. കാര്യം എന്ത് വ്യഗ്രത എടുത്തെടുത്താലും അവസാനം ഇവിടെ വന്ന് വീഴും. എന്താ വ്യത്യാസം വരണത്? ഒരു 5-10 റീത്ത് കൂടുതൽ കിട്ടും, അത്രയേ ഉള്ളൂ. മനുഷ്യർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 10 റീത്ത് നീ കുറച്ച് ആൾക്കാരുമായിട്ട് ബന്ധമുള്ളതാണെങ്കിൽ ഈ റീത്ത് തന്നവന്മാർക്കൊന്നും നിന്നോട് അത്ര താല്പര്യമൊന്നുമില്ല. പക്ഷേ റീത്ത് എണ്ണണ ആൾക്കാരുണ്ടല്ലോ വീട്ടിൽ, റീത്ത് എണ്ണി നോക്കും, ഏതെല്ലാം പേര് റീത്ത് വെച്ചിട്ടുണ്ടെന്ന് നോക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരുടെ വായിൽ പുട്ടടിക്കാൻ വേണ്ടിയാണ് റീത്ത് കൊണ്ടുവന്ന് വെക്കണത്. എല്ലാവരും അല്ല, കുറേ ആൾക്കാർ. എന്നിട്ട് റീത്തിന് എന്താ സംഭവിക്കണത്? നമ്മൾ കുഴിയാഴ്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ ഓഫീസ് അനാഥ ചെല്ലാൻ വേണ്ടി ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞു, കപ്പനെ അത് അഴുകിയില്ല, പൂവൊക്കെ അഴുകിയില്ല, എടുത്തുകൊണ്ട് തെമ്മാടിക്കുഴി കളയെന്ന് പറയും. അത്രയേ ഉള്ളൂ സാധനം. നീ വലിയ ആനക്കാരോട് കൊണ്ടുനടന്ന ബന്ധങ്ങളൊക്കെ തെമ്മാടിക്കുഴിയായിട്ട് പാഴ്സലായിട്ട് പോകണത് കാണാൻ പറ്റും. ഇതെല്ലാം നീ ദൈവത്തെ മറന്നുണ്ടാക്കിയ മുതലാണ്. ഇത്തരം മുതലും കൊണ്ട് നടക്കുമ്പോഴേ കർത്താവിനെ മിസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കട്ടെ.